മാന്യ സദസ്സിന് നമസ്കാരം. ആദരണീയരായ അധ്യാപകരെ, എൻ്റെ പ്രിയ കൂട്ടുകാരെ, ഇന്ന് ലോക പരിസ്ഥിതി ദിനം. കേരളത്തിലെ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ എന്ന വിഷയവുമായി ബന്ധപ്പെട്ട ഏതാനും ചില വാക്കുകൾ സംസാരിക്കുവാനാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് പരിസ്ഥിതി ബോധത്തിൽ കേരള ജനത വളരെയധികം മുന്നിലാണ്. സാമ്പ്രദായിക വിദ്യാഭ്യാസത്തിലൂടെയാണ് മലയാളികൾക്ക് ഈ നേട്ടം കൈവരിക്കാനായത്. കണ്ടും കേട്ടും വായിച്ചും ആർജിക്കുന്ന അറിവിന്റെ നിർമ്മിതിയാണല്ലോ മുഖ്യമായും അനൗപചാരിക വിദ്യാഭ്യാസം. 20 വർഷം മുൻപ് ഇവിടെ നടന്ന സൈലന്റ് വാലി സംരക്ഷണ സംരംഭമാണ് ബഹുജന പരിസ്ഥിതി ബോധവൽക്കരണത്തിന് അടിത്തറയിട്ടതെന്ന് പറയാം. പരിസ്ഥിതി സംബന്ധമായ ബോധമാണ് ഏതൊരു ജനതയ്ക്കും പരിസര സംരക്ഷണത്തിന് ഊർജമാകുന്നത്. ജീവലോകത്തുള്ള വിഭവങ്ങളുടെയും ജീവസന്ധാരണ വ്യവസ്ഥകളുടെയും വിവേകപൂർവമായ ഉപയോഗത്തെ പരിസര സംരക്ഷണം എന്ന പ്രയോഗം അർത്ഥമാക്കുന്നു. പ്രകൃതി എന്ന പ്രതിഭാസത്തിന്റെ വിവിധ വശങ്ങളെപ്പറ്റിയും അവയിൽ മനുഷ്യൻ ഇടപെട്ടാലുണ്ടാക്കാവുന്ന ഭവിഷ്യത്തുകളെപ്പറ്റിയും അറിവുണ്ടാകുന്നതാണ് പരിസ്ഥിതി ബോധം. മനുഷ്യന് ഭൂമുഖത്ത് നിലനിൽക്കുവാനും ചുറ്റുമുള്ള ജൈവമണ്ഡലത്തെ നിലനിർത്താനും ഇന്ന് ഈ അറിവ് അനിവാര്യമാക്കുന്നു. പരിസ്ഥിതി സാക്ഷരത തത്വത്തിൽ നേടിയ സംസ്ഥാനമാണെങ്കിലും കേരളം ഈ അറിവിന്റെ പ്രയോഗത്തിൽ കുറ്റകരമായ വീഴ്ചകൾ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ഇന്ന് നമ്മുടെ വനഭൂമികൾ നികത്തി അവിടെ സൗധങ്ങളും മണിമാളികകളും പണിയുന്നുണ്ട്. 1914 40% ഉണ്ടായിരുന്ന വനം 1965 മുതൽ ഗണ്യമായി കുറയാൻ തുടങ്ങി. ഇന്ന് കേരളത്തിൽ അവശേഷിക്കുന്ന വനഭൂമി ഏതാണ്ട് 9% മാത്രമാണ്. താൽക്കാലിക ലാഭത്തിനു വേണ്ടി വൃക്ഷങ്ങളുടെ കടയ്ക്കൽ കൂടാലി വെക്കുന്നത് കൊണ്ട് വന്നുകൂടിയ വിനയാണിത്. വൻതോതിലുള്ള മരം മുറിക്കൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ വരുത്തിവെക്കുന്നു. മഴക്കാലത്ത് വേരുകളുടെ സംരക്ഷണമില്ലാതെ വരുന്നത് വനപ്രദേശങ്ങളിൽ രൂക്ഷമായ മണ്ണൊലിപ്പിന് കാരണമാകും. പ്രശസ്ത ചിന്തകനായ ആൽഡസ് ഹക്സലിയുടെ വാക്കുകൾ ശ്രദ്ധിക്കൂ. ആറ്റം ബോംബ് ഒരു നാഗരികതയെ നശിപ്പിക്കും, എന്നാൽ മണ്ണൊലിപ്പ് നശിപ്പിക്കുക ആ നാഗരികതയുടെ മാതൃത്വത്തെയാണ്. ഒരു ഘന ഇഞ്ച് ഉപരിതല മണ്ണ് ജനിക്കാൻ 800 മുതൽ 1000 വരെ വർഷങ്ങൾ വേണ്ടിവരും. ഈ മേൽമണ്ണ് പോകുന്നതോടെ നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാഷ് എന്നീ അടിസ്ഥാന വളങ്ങളും അയഡിനും നശിക്കാൻ ഇടയാകും. അയഡിന്റെ നാശം മൂലം തൈറോയ്ഡ് ഗ്രന്ഥി വളരുന്നത് കൊണ്ടുള്ള തൊണ്ടമുഴകൾ ഉണ്ടാകുന്നത് ഇന്ന് കേരളത്തിലെ മലമ്പ്രദേശങ്ങളിൽ സാധാരണമായിരിക്കുന്നു. മണ്ണൊലിപ്പിന് കാരണമായ മഴ എത്രമാത്രം പെയ്താലും നമുക്ക് ആവശ്യത്തിന് ജലം ലഭിക്കുന്നില്ല എന്ന വിരോധ ആഭാസവുമുണ്ട്. ഒരേ സമയം തന്നെ വരൾച്ചയുടെയും വെള്ളപ്പൊക്കത്തിന്റെയും കെടുതികൾ ഒരുപോലെ അനുഭവിക്കുവാൻ കേരളം വിധിക്കപ്പെട്ടിരിക്കുന്നു. വേനൽക്കാലത്തെ കൊടിയ ജലക്ഷാമത്തിന്റെ മുഖ്യ കാരണം മരങ്ങളുടെ നഷ്ടം തന്നെയാണ്. 1 ഹെക്ടർ ഹരിതവനം 2.5 ലക്ഷം ലിറ്റർ വെള്ളം സംഭരിച്ച് വേരുകളിൽ സൂക്ഷിക്കുന്നു. അന്തരീക്ഷ മർദ്ദത്തിന്റെ ഫലമായി ഈ വെള്ളം താഴോട്ട് ഉറവുകളായി പതിച്ച് നദികളെ സമ്പുഷ്ടമാക്കുന്നു. ഒപ്പം തന്നെ മേലോട്ട് നീരാവിയായി ഉയർന്ന് അന്തരീക്ഷത്തെ മഴയായി കുളിർപ്പിക്കുന്നു. വെള്ളം ഒരു അപൂർവ വസ്തുവായി മാറിയതിനുള്ള മറ്റൊരു കാരണം മഴക്കാലത്ത് പെയ്യുന്ന വെള്ളവും മണ്ണിൽ താഴോട്ട് ഇറങ്ങാത്തതാണ്. വെള്ളം കെട്ടിനിൽക്കുന്ന പ്രദേശങ്ങളെല്ലാം യാതൊരു ദീർഘവീക്ഷണവുമില്ലാതെ നികത്തിക്കൊണ്ടിരിക്കുന്നു. ഇതുമൂലം മഴവെള്ളം നിലത്ത് വീണാലുടൻ അത് കടലിലെത്തുകയാണ്. ഭൂഗർഭജല സമ്പത്ത് ഇല്ലാതാക്കുന്നതിന്റെ പ്രധാന കാരണം ഇതാണ്. വർദ്ധിച്ചു വരുന്ന കോൺക്രീറ്റ് കെട്ടിടങ്ങളും കോൺക്രീറ്റ് പരിസരങ്ങളും ചൂട് 25% മുതൽ 85% വരെ വർദ്ധിപ്പിക്കുന്നുണ്ട്. ഇത് ഉപരിതല ജലത്തിന്റെ ലഭ്യതയെ പ്രതികൂലമായി തന്നെ ബാധിക്കുന്നു. വ്യവസായശാലകൾ ഒഴുക്കി വിട്ടുകൊണ്ടിരിക്കുന്ന മാലിന്യങ്ങൾ നദികളെ വിഷമയമാക്കുന്നതും ശുദ്ധജല ദൗർലഭ്യത്തിന്റെ മറ്റൊരു കാരണമാണ്. മണ്ണും ജലവും നേരിടുന്ന ഒരു ആധുനിക ദൂഷണമാണ് പ്ലാസ്റ്റിക് പാഴ്വസ്തുക്കൾ. പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുവാൻ സൗകര്യപ്രദമാണെങ്കിലും അവ എളുപ്പത്തിൽ ജൈവ വിഘടനത്തിന് വിധേയമാകുന്നില്ല. 20 മൈക്രോണിൽ താഴെ കനമുള്ള പ്ലാസ്റ്റിക് ബാഗുകൾ നിരത്തുകളിലും പറമ്പുകളിലും നദികളിലും കുളങ്ങളിലും തീർത്ഥാടന കേന്ദ്രങ്ങളിലുമെല്ലാം നിറഞ്ഞുകിടക്കുന്നത് ഒരു സാധാരണ കാഴ്ചയായി ഇന്ന് മാറിയിരിക്കുന്നു. പ്ലാസ്റ്റിക് പാഴ്വസ്തുക്കൾ കത്തിച്ചു കളയുന്നത് സുരക്ഷിതമായ ഒരു മാർഗവുമല്ല. പ്ലാസ്റ്റിക് മലിനീകരണം മണ്ണിന്റെ സന്തുലിതാവസ്ഥയെ നഷ്ടപ്പെടുത്തുകയും ജലജീവികളുടെ നിലനിൽപ്പിനെ ബാധിക്കുകയും ചെയ്യുന്നു.
ഇതിലെ ചായങ്ങൾ ജലസ്രോതസ്സുകളിൽ ഊർന്നിറങ്ങി ജലം മലിനപ്പെടുത്തും. ഡെൻമാർക്ക്, ഇറ്റലി, ഹോളണ്ട്, പാകിസ്ഥാൻ എന്നീ രാജ്യങ്ങളിൽ പ്ലാസ്റ്റിക് ബാഗുകളുടെ ഉൽപാദനത്തിലും ഉപയോഗത്തിലും കർശനമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇത്തരമൊരു നിയന്ത്രണം ഇന്ന് നമ്മുടെ നാട്ടിലും അനിവാര്യമായിരിക്കുന്നു. നന്ദി, നമസ്കാരം.